വയനാട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനിടെ വയറ്റിൽ തുണിക്കഷ്ണം കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഡിഎംഒ മന്ത്രി ഒ.ആർ. കേളുവിന് ലഭിച്ച പരാതിയിലാണ് അന്വേഷണം. 21-കാരിയാണ് ആശുപത്രിക്കെതിരെ രംഗത്ത് എത്തിയത്. വിവരങ്ങളുമായി പി.എസ്. അർജുൻ ചേരുകയാണ്. അർജുൻ, ഗുരുതരമായ അനാസ്ഥയാണ് സംഭവിച്ചത്. എന്തായാലും ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിനിയായ 21-കാരിയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിട്ടുള്ളത്. ഇന്നലെ തന്നെ ഒ.ആർ. കേളുവിനും അതുപോലെ തന്നെ ആശുപത്രി സൂപ്രണ്ടിനും അടക്കം ആ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുമായി സംബന്ധിച്ച് ഡിഎംഒ ഇന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡിഎംഒയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അന്നേരം ഡിഎംഒ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കും, കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിലെ പ്രധാന വസ്തുത എന്ന് പറയുന്നത് 2.5 മാസത്തോളമായി ഈ തുണി ഈ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയാണ് ഇത്തരത്തിൽ ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ പ്രസവ ശേഷം അസഹനീയമായ വേദന ഈ യുവതിക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് യുവതി ആശുപത്രിയിൽ പോവുകയും ഈ തുണി ഈ തന്റെ ശരീരത്തിൽ ഉണ്ട്, ഇത്തരത്തിൽ വലിയ ഈ ഒരു വേദന ഉണ്ട് എന്നുള്ളത് ഈ സ്ത്രീ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് ഡോക്ടർ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകാൻ തയ്യാറായിരുന്നില്ല. സ്കാനിങ് എടുക്കണമെന്ന് സ്ത്രീ അങ്ങോട്ട് ആവശ്യപ്പെട്ടെങ്കിലും സ്കാനിങ് എടുക്കാനും ഈ ഡോക്ടർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പരാതി. അത്തരത്തിൽ പിന്നീടും വീട്ടിലെത്തുകയും വലിയ രീതിയിലുള്ള അസഹ്യമായ വേദന വരികയും തുടർന്ന് വലിയ സ്മെല്ല് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് വീണ്ടും ആ സ്ത്രീ ആശുപത്രിയിൽ എത്തുകയും തനിക്ക് സ്കാനിങ് വേണമെന്ന് 2ാമത്തെ തവണ ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷെ ആ തവണയും പിന്നീട് സ്കാനിങ് ചെയ്യാതെ വെള്ളം കുടിക്കാത്തതുകൊണ്ടാകാം, നല്ല രീതിയിൽ വെള്ളം കുടിക്കൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് തുണി സ്വന്തമായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേ തുടർന്നാണ് പിന്നീട് സ്ത്രീ ഇത്തരത്തിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എത്രയും പെട്ടെന്ന് ഈ ഡോക്ടർക്കെതിരെ, ഒരു ലേഡി ഡോക്ടറാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും ഈ 21-കാരിയുടെ ആവശ്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ മെഡിക്കൽ കോളേജിനെതിരെ അടക്കം ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കണമെന്നും പ്രധാനമായും അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്കെതിരെയും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നുള്ളതുമാണ് യുവതിയുടെ ആവശ്യം. ശരി അർജുൻ, എന്തായാലും വയനാട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനിടെയാണ് യുവതിയുടെ വയറ്റിൽ തുണിക്കഷ്ണം കുടുങ്ങിയത്. ഈ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഡിഎംഒ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അർജുൻ പി.എസ്. ആണ് വയനാട്.